ഇന്ന് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള 2 പാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പം നിങ്ങൾ ആ ലിങ്കിലൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പ്രിൻറ്റുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഫാബ്രിക്കിൽ നമുക്ക് ഒരുപാട് പ്രിൻറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പല കളറിൽ, പല ടൈപ്പിൽ, പല പാറ്റേണിൽ ഒരുപാട് പ്രിൻറ്റുകൾ ഇന്ന് നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ ആസ് എ ഡിസൈനർ പ്രിൻറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളോടൊരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് സെൽഫ് പ്രിൻറ്റ് വേണം അല്ലെങ്കിൽ ജോമെട്രിക് പ്രിൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രിൻറ്റുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് പ്രിൻറ്റുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഹിസ്റ്ററി, ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി മുതൽ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിയാബ്. വെൽക്കം ടു ടിറിയ ഫാഷൻസ്. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അവിടെ ഒരുപാട് പ്രിൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളതിൽ കുറച്ച് എണ്ണം നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോറൽ പ്രിൻ്റാണ്. ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുമ്പം നമുക്ക് കോമൺ ആയിട്ട് ഷോപ്പുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലോറൽ പ്രിൻറ്റിന് നമ്മൾ ഫ്ലവേഴ്സ്, അതുപോലെ ലീവ്സ്, സ്റ്റെംസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിസൈന് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറൽ പ്രിൻറ്റിൽ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കളർ കോമ്പിനേഷൻ നമ്മൾ മസ്റ്റായിട്ടും അവിടെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രൈപ്സ് ആണ്. സ്ട്രൈപ്സ് നമുക്ക് വെർട്ടിക്കലി ആയിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ആയിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വെർട്ടിക്കലി ഉള്ള സ്ട്രൈപ്സും ഹൊറിസോണ്ടലി ഉള്ള സ്ട്രൈപ്സും നമുക്ക് ഒരു വിഷ്വലി ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളത്. അതായത് നമ്മൾ വെർട്ടിക്കലി ഉള്ള സ്ട്രൈപ്സ് വരുന്ന ഡ്രസ്സാണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ലിം ആയ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം നമ്മൾ ഹൊറിസോണ്ടലി വരുന്ന സ്ട്രൈപ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്ട്രൈപ്സ് നമുക്കൊരു ക്ലാസിക് ആൻഡ് ട്രഡീഷണൽ ലുക്കിലും നമുക്ക് വെയർ ചെയ്യാം, അതുപോലെ തന്നെ മോഡേൺ ആൻഡ് ട്രെൻഡി ലുക്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു തിൻ ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ക്ലാസിക് ആൻഡ് ട്രഡീഷണൽ ലുക്കായിരിക്കും നമുക്കവിടെ തോന്നിക്കുക. നേരെ മറിച്ച് നമ്മളൊരു ബോൾഡായിട്ട് മൾട്ടി കളറിൽ വരുന്ന ഒരു അണീവൻ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മോഡേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു ഫീലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സ്ട്രൈപ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 5 രീതിയിലാണ് കാണുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിൻ സ്ട്രൈപ്പ്. പിൻ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈപ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. അതായത് അടുത്തടുത്തായിട്ടായിരിക്കും സ്ട്രൈപ്സ് വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ പിൻ സ്ട്രൈപ്സിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 2 or 3 കളർ അത്രേ യൂസ് ചെയ്യുള്ളൂ. നോർമലി അത്രേ യൂസ് ചെയ്യുള്ളൂ. ഇതിനെയാണ് നമ്മൾ പിൻ സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിഗ്സാഗ് സ്ട്രൈപ്പ്. അതായത് സിഗ്സാഗ് ഷേപ്പിൽ വരുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, സിഗ്സാഗ് ഷേപ്പ്, ആ ഒരു ഷേപ്പിൽ വരുന്ന സ്ട്രൈപ്സിനെയാണ് നമ്മൾ സിഗ്സാഗ് സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് സ്പൈറൽ സ്ട്രൈപ്പ്. സ്പൈറൽ സ്ട്രൈപ്പിൽ നോർമലി 2 കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കളേഴ്സ് വെച്ചിട്ടും സ്പൈറൽ സ്ട്രൈപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർത്ത് വൺ സീബ്ര സ്ട്രൈപ്സ്. സീബ്ര സ്ട്രൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീബ്രയുടെ സ്കിൻ ടെക്സ്ചറിനോട് മാച്ചിങ് ആയിട്ടുള്ള സ്ട്രൈപ്പിനെയാണ് നമ്മൾ സീബ്ര സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. സീബ്ര സ്ട്രൈപ്പിൽ നോർമലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് വരാറുള്ളത്. ഇതിനെയാണ് നമ്മൾ സീബ്ര സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ കേർവ് സ്ട്രൈപ്പ്. കേർവ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേവി ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രൈപ്പിനെയാണ് നമ്മൾ കേർവ് സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രൈപ്പും നമുക്ക് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇനി മൂന്നാമത്തെ പ്രിൻറ്റിങ് മെത്തേഡാണ് ഡോട്ട്. അതായത് നമുക്കിന്ന്
സ്ട്രൈപ്സിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസിൻ്റെയൊക്കെ പോലെ തന്നെ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ് ഡോട്ട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഡോട്ട് പ്രിൻ്റ് പല കളേഴ്സിലും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡോട്ട് പ്രിൻറ്റിന് നമ്മൾ പ്രധാനമായിട്ടും 3 രീതിയിലാണ് കാണുന്നത്: ബിഗ് ഡോട്ട്, സ്മോൾ ഡോട്ട്, പോൾക്ക ഡോട്ട്. അപ്പോൾ ബിഗ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 10 സെൻറ്റിമീറ്റർ റേഡിയസിൽ വരുന്ന ഡോട്ട്സിനെയാണ് നമ്മൾ ബിഗ് ഡോട്ട് എന്ന് പറയുന്നത്. സ്മോൾ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 to 3 സെൻറ്റിമീറ്റർ ആ ഒരു റേഡിയസിൽ വരുന്ന ഡോട്ട്സിനെയാണ് നമ്മൾ സ്മോൾ ഡോട്ട് എന്ന് പറയുന്നത്. ഇനി പോൾക്ക ഡോട്ട് എന്ന് പറയുമ്പം ബിഗ് ഡോട്ടിൻ്റെയും സ്മോൾ ഡോട്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത്. പക്ഷേ നോർമലി ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത് നമ്മൾ ഡോട്ട്സ് പൊതുവേ നമ്മൾ പോൾക്ക ഡോട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് പഠിച്ചതിന് ശേഷമാണ് പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത് ബിഗ് ഡോട്ടിൻ്റെയും സ്മോൾ ഡോട്ടിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ പോൾക്ക ഡോട്ട് എന്ന് പറയുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഇനി നിങ്ങൾ ആവർത്തിക്കരുത്. 4ാമത്തെ പ്രിൻറ്റിങ് മെത്തേഡാണ് ചെക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി വരുന്ന ലൈൻസ് 90 ഡിഗ്രി ആംഗിൾസിൽ വരുന്ന ഒരുപാട് ലൈൻസ് കൂടിയതാണ് ചെക്ക് എന്ന് നമുക്കറിയാം. അപ്പോൾ ചെക്കിനെ നമുക്ക് 4 രീതിയിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. ഫസ്റ്റ് വൺ ഗിങ്കാം. അതായത് ഗിങ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവൻ സ്പേസ്, അതായത് ഓരോ സ്ട്രൈപ്പിൻ്റെയും സ്പേസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്ന സ്മോൾ ചെക്കുകളെയാണ് നമ്മൾ ഗിങ്കാം ചെക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പ്ലേഡ് ചെക്ക്. അതായത് നമ്മൾ മൾട്ടി കളർ യൂസ് ചെയ്തുകൊണ്ട് അൺഈവൻ ആയിട്ടുള്ള ഒരു ലാർജ് ചെക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലേഡ് ചെക്ക് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ബഫല്ലോ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ വരുന്ന ലാർജ് ചെക്സിനെയാണ് നമ്മൾ ബഫല്ലോ ചെക്ക് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്മസ് തീമിലൊക്കെ ഡ്രസ്സസൊക്കെ ചെയ്യുമ്പം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ബഫല്ലോ ചെക്ക്. എനിക്കും പേഴ്സണലി ക്രിസ്മസ് തീമിലൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് ബഫല്ലോ ചെക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് വിൻഡോ പെയിൻ ചെക്ക്. അതായത് ഇവൻലി സ്പേസ് ആയിട്ട് വന്നിട്ടുള്ള സ്മോൾ ചെക്സിനെയാണ് നമ്മൾ വിൻഡോ പെയിൻ ചെക്ക് എന്ന് പറയുന്നത്. ഞാൻ കമ്പ്യൂട്ടറിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ലാപ്പിലോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ടൈ ആൻഡ് ഡൈ ആണ്. ഇന്ന് കോമൺലി കാണുന്ന ഒന്നാണ് ടൈ ആൻഡ് ഡൈ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഇന്ന് ടൈ ആൻഡ് ഡൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ടൈ ആൻഡ് ഡൈ ചെയ്ത ഡ്രസ്സസ് വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു അടുത്ത കാലത്തായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ടൈ ആൻഡ് ഡൈ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഫാബ്രിക് പല രീതിയിലൊക്കെ ഫോൾഡ് ചെയ്തിട്ട് അതിനെ കെട്ടി വെച്ചിട്ട് നമ്മൾ ഡൈ കളറിൽ നമ്മൾ മുക്കി എടുക്കുമ്പം അത് പല പാറ്റേണായിട്ട് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ ടൈ ആൻഡ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്റ് തന്നെയാണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. നമുക്കൊരു ട്രഡീഷണൽ ആൻഡ് യുണീക്ക് ഫീൽ വരുന്ന ഒരു പ്രിൻ്റാണ് ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വുഡൻ ബ്ലോക്കിൽ നമുക്കിഷ്ടമുള്ളൊരു മോട്ടിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈന്, നമുക്കിഷ്ടമുള്ളൊരു ഡിസൈൻ വരച്ച് അത് നമ്മൾ കൈ കൊണ്ട് കാർവ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫാബ്രിക്കിലോട്ട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിഷ്ടമുള്ള തീമിൽ നമുക്കിഷ്ടമുള്ള ഡിസൈൻസിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആ ഒരു വുഡൻ പീസിൽ നമ്മൾ കാർവ് ചെയ്തെടുക്കണമെന്ന് മാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് ഫാബ്രിക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രഡീഷണൽ മോട്ടിവ്സ് ആണ്. അതായത് മാംഗോ അല്ലെങ്കിൽ എലിഫൻറ്റ് അങ്ങനെയൊക്കെ വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മോട്ടിവ്സ് ഉണ്ടല്ലോ, ആ ഒരു മോട്ടിവ്സ് ആണ് ബ്ലോക്ക് പ്രിൻറ്റിൽ നോർമലി അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് ആനിമൽ പ്രിൻ്റ് ആണ്. ആനിമൽ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ആനിമലിൻ്റെ സ്കിൻ ടെക്സ്ചർ വരുന്ന ആ ഒരു ടൈപ്പ് പ്രിൻറ്റിനെയാണ് നമ്മൾ ആനിമൽ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ടൈഗറിൻ്റെ ആ ഒരു സ്കിൻ ടെക്സ്ചർ വരുന്ന ഡ്രസ്സസൊക്കെ വെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ആനിമൽ പ്രിൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. ആൻഡ് എയ്ത്ത് വൺ എന്ന് പറയുന്നത് പാട്രിയോട്ടിക് പ്രിൻ്റ് ആണ്. പാട്രിയോട്ടിക് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു കൺട്രിയുടെ ഫ്ലാഗ് അല്ലെങ്കിൽ ആ ഒരു കൺട്രിയുടെ എംബ്ലം വെച്ചിട്ടുള്ള ഡ്രസ്സസൊക്കെ വെയർ ചെയ്യാറുണ്ട്. നമ്മൾ നോർമലി ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കൺട്രിയുടെ ഫ്ലാഗ് അല്ലെങ്കിൽ ആ കൺട്രിയുടെ എംബ്ലമൊക്കെ വെച്ചിട്ട് ഡ്രസ്സസ് വെയർ ചെയ്യാറുണ്ട്. ആ ഒരു പ്രിൻ്റാണ് പാട്രിയോട്ടിക് പ്രിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൈസ്ലി പ്രിൻ്റ് ആണ്. അതായത് ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുമ്പം
ഒരു ടിയർ ഡ്രോപ്പ്, അതായത് നമ്മുടെ ഒരു കണ്ണീർ തുള്ളിയുടെ ആ ഒരു ഷേപ്പിൽ വരുന്ന പ്രിൻ്റാണ് പേസ്ലി പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫ്ലവേഴ്സ്, ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിനുള്ളിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടീവ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഹാൻഡ് മെയ്ഡായിട്ടും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പ്രിൻറ്റിങ് അങ്ങനെയും ചെയ്യാറുണ്ട്. 10th വൺ എന്ന് പറയുന്ന ആൽഫബറ്റിക് പ്രിൻ്റാണ്. ആൽഫബറ്റിക് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും, നമ്മളെ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഈ ചെയ്യുന്ന പ്രിൻ്റാണ് ആൽഫബറ്റിക് പ്രിൻ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും കുട്ടികളുടെ ഡ്രസ്സിലൊക്കെയാണ് ഈ ഒരു ആൽഫബറ്റിക് പ്രിൻ്റ് കണ്ടുവരാറുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂമറിക് പ്രിൻ്റാണ്. ന്യൂമറിക് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക് പ്രിൻറ്റിൻ്റെ അതേപോലെ തന്നെ നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന പ്രിൻ്റാണ് ന്യൂമറിക് പ്രിൻ്റ്. ഇതും തന്നെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. ഇപ്പം കോമൺലി ചില ഡ്രസ്സുകളിലൊക്കെ കാണാറുണ്ട്. പണ്ടൊക്കെ കുട്ടികളുടെ ഡ്രസ്സിലായിരുന്നു ഈ ആൽഫബറ്റിക് പ്രിൻറ്റും അതുപോലെ തന്നെ ന്യൂമറിക് പ്രിൻറ്റും ഒക്കെ ചെയ്തിരുന്നത്. ഇന്ന് കോമൺലി എല്ലാ ഡ്രസ്സിലും വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ന്യൂമറിക് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള പ്രിൻ്റാണ് ന്യൂമറിക് പ്രിൻ്റ്. 12th വൺ എന്ന് പറയുന്നത് ഓഗി പ്രിൻ്റ്. ഓഗി പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേൺ തന്നെ വരുന്ന, അതായത് നമുക്ക് കേർവ്സ് അല്ലെങ്കിൽ എസ് ഷേപ്പിലൊക്കെ വരുന്ന മോട്ടീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പ്രിൻറ്റിനെയാണ് നമ്മൾ ഓഗി പ്രിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ബത്തിക് പ്രിൻ്റ്. ബത്തിക് പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആൻഡ് യുണീക്ക് പ്രിൻ്റ് തന്നെയാണ്. കാരണം ബത്തിക് പ്രിൻ്റ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് വാക്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾക്ക് ആവശ്യമുള്ളൊരു മോട്ടീഫ് ഫാബ്രിക്കിൽ വരച്ചതിന് ശേഷം വാക്സ് ഉപയോഗിച്ചിട്ട് അതിനായിട്ടൊരു പെന്നൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. അപ്പോൾ ആ ഒരു പെന്ന് വെച്ചിട്ട് വാക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബത്തിക് പ്രിൻ്റ് ചെയ്യാറുള്ളത്. അതിനായിട്ട് പെന്ന് അതുപോലെ ബ്രഷൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ബത്തിക് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് കാണാനൊരു യുണീക്ക് ഡിസൈന് തന്നെ ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും ബത്തിക് പ്രിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ പ്രിൻ്റാണ്. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ന്യൂസ് പേപ്പർ തീമിൽ വരുന്ന, ന്യൂസ് പേപ്പറിൻ്റെ ഒരു ലേഔട്ടിൽ വരുന്ന പ്രിൻറ്റിനെയാണ് നമ്മൾ ന്യൂസ് പേപ്പർ പ്രിൻ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി യൂണീക്ക് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഈ ന്യൂസ് പേപ്പർ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണ് ന്യൂസ് പേപ്പർ പ്രിൻ്റ്. അപ്പം കൂടുതലായിട്ടും ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ഗ്രാഫിക്സ് ഒക്കെ ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ മുന്നേയൊക്കെ കൂടുതലായിട്ടും ന്യൂട്രൽ കളേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് പേപ്പർ പ്രിൻറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ടും ന്യൂസ് പേപ്പർ പ്രിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ പ്രിൻറ്റ്, അതായത് ഒരു മോഡേൺ പ്രിൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ കൂടുതലായിട്ടും സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഹെക്സഗൺ അതുപോലെയുള്ള ജോമെട്രിക്കൽ ഷേപ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് കാണാൻ കഴിയാം. അതുകൊണ്ട് തന്നെയാണ് മോഡേൺ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം. നെക്സ്റ്റ് വൺ ഫോയിൽ പ്രിൻറ്റ്. ഇതും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിങ് ടെക്നിക്കാണ്. ഇത് നമുക്ക് ഒരു മെറ്റാലിക് ഫോയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രിൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലക്ഷറി ആൻഡ് ഷൈൻ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോയിൽ പ്രിൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ റോസ് ഗോൾഡ് ആ ഒരു കളറൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഫോയിൽ പ്രിൻറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രാജസ്ഥാനി പ്രിൻറ്റ്. ഈ ഒരു പ്രിൻറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു രാജസ്ഥാനി കൾച്ചർ വരുന്ന ഒരു പ്രിൻ്റാണ് രാജസ്ഥാനി പ്രിൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ പ്രിൻ്റാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോട്ടീവ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എലിഫൻറ്റ് അല്ലെങ്കിൽ ക്യാമൽ അതുപോലെ ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെയാണ് ഈ ഒരു രാജസ്ഥാനി പ്രിൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവർ ബ്രൈറ്റ് കളേഴ്സാണ് ഈ ഒരു പ്രിൻറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെ വരുന്ന ബ്രൈറ്റ് കളേഴ്സാണ് ഈ ഒരു രാജസ്ഥാനി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ചിൽഡ്രൻസ് പ്രിൻറ്റ്. ചിൽഡ്രൻസ് പ്രിൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലോട്ട് ഓടി വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് തന്നെയാണ് ചിൽഡ്രൻസ് പ്രിൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടോയ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഫ്രൂട്ട്സ് അതുപോലെ ഐസ്ക്രീംസിൻ്റെ ഒക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ വരുന്ന പ്രിൻറ്റുകളാണ് നമ്മൾ ചിൽഡ്രൻസ് പ്രിൻറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഈ ഒരു ചിൽഡ്രൻസ് പ്രിൻറ്റ് കുട്ടികളുടെ ഡ്രസ്സസ് തന്നെയാണ് വരുന്നത്. പേര് പോലെ തന്നെയാണ്, കുട്ടികളുടെ ഡ്രസ്സസ് തന്നെയാണ് ഈ ഒരു ചിൽഡ്രൻസ് പ്രിൻറ്റ് കൂടുതലായിട്ടും വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബന്ദിനി പ്രിൻറ്റ്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രിൻറ്റിങ് ടെക്നിക്കാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ടൈ ആൻഡ് ഡൈ പോലെ തന്നെയാണ്. പക്ഷേ ടൈ ആൻഡ് ഡൈയിൽ നമ്മൾ ജസ്റ്റ് കളറിൽ ഡിപ്പ് ചെയ്ത് അതിൽ വരുന്ന പാറ്റേൺസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ ഫാബ്രിക്സ് ഒക്കെ കെട്ടി കൊടുത്തിട്ട്
നമ്മൾ ഡൈയിൽ, അതായത് കളറിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് അത് അഴിച്ചെടുക്കുമ്പം അവിടെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക, ഡോട്ട്സ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ടൈ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന പ്രിൻറ്റിനെയാണ് നമ്മൾ ബാന്തിനി പ്രിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ബാന്തിനി പ്രിൻറ്റിലോട്ട് തിരിച്ചു വരാം. ഈ ഒരു പ്രിൻറ്റിനെയാണ് നമ്മൾ ബാന്തിനി പ്രിൻ്റ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഡോട്ട്സ് വന്നിട്ട് മോട്ടീവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രിൻ്റാണ് ബാന്തിനി പ്രിൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ പ്രിൻറ്റ്. ക്ലാസിക്കൽ പ്രിൻറ്റിനെ നമ്മൾ ട്രഡീഷണൽ പ്രിൻറ്റ് അല്ലെങ്കിൽ എത്നിക് പ്രിൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രിൻറ്റിങ് ടെക്നിക്ക് തന്നെയാണ് ക്ലാസിക്കൽ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്ലാസി ആയിട്ടുള്ളൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന, എന്നാൽ ലക്ഷറി ആയിട്ടുള്ളൊരു ലുക്ക് തരുന്ന പ്രിൻറ്റ് തന്നെയാണ് ക്ലാസിക്കൽ പ്രിൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻറ്റിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന മോട്ടീവ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോട്ടീവ്സ് തന്നെയായിരിക്കും. അതായത് നമ്മുടെ എലിഫൻറ്റ്, മാംഗോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ വരുന്ന മോട്ടീവ്സ് തന്നെയായിരിക്കും ഈ ഒരു ട്രഡീഷണൽ പ്രിൻറ്റിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ കൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടും ഈ ഒരു ക്ലാസിക്കൽ പ്രിൻറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു പ്ലേസിൻ്റെ കൾച്ചർ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോട്ടീവ്സും ഈ ഒരു ക്ലാസിക്കൽ പ്രിൻറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് പ്രിൻറ്റ്. സെൽഫ് പ്രിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാബ്രിക്കിൻ്റെ കളർ ഉണ്ടാവുമല്ലോ, ആ ഒരു കളറിൻ്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന, അതിനേക്കാൾ ഒന്നുകൂടി ഡാർക്കോ അല്ലെങ്കിൽ ഒന്നുകൂടി ലൈറ്റൊക്കെ ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്ന കളർ വെച്ച് പ്രിൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് പ്രിൻറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ള എന്നൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഈ ഒരു സെൽഫ് പ്രിൻറ്റിൽ കിട്ടും. എനിക്ക് പേഴ്സണലി സെൽഫ് പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈൽഡ് പ്രിൻറ്റ്. ഈ ഒരു വൈൽഡ് പ്രിൻറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും കാട്, ആ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻ്റ് ആയിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു വൈൽഡ് പ്രിൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോറസ്റ്റ്, ആ ഒരു തീം ബേസ്ഡിൽ വന്നിട്ടുള്ള പ്രിൻറ്റുകളെയാണ് നമ്മൾ വൈൽഡ് പ്രിൻറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഡൾ കളേഴ്സാണ് ഈ ഒരു പ്രിൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിലിറ്ററിയിലൊക്കെ വരുന്ന അവരുടെയൊക്കെ യൂണിഫോം ഉണ്ടല്ലോ, അതൊക്കെ ഈ വൈൽഡ് പ്രിൻറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് പ്രിൻറ്റ്. ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രിൻ്റാണ് അബ്സ്ട്രാക്ട് പ്രിൻറ്റ് എന്ന് പറയുന്നത്. കാരണം അറിയാത്ത ഒരാൾക്ക് കൂടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഷേപ്പ് കറക്റ്റ് ഇന്ന ഷേപ്പിൽ വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കളർ കോമ്പിനേഷനിൽ ശ്രദ്ധിക്കണം. കൂടുതലായിട്ടും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ ഒരു അബ്സ്ട്രാക്ട് പ്രിൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിൻറ്റുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ പ്രിൻറ്റുകൾ ഞാൻ ഒരുപാട് പ്രിൻറ്റുകളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. വളരെ കുറച്ച് പ്രിൻറ്റുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുറേ പ്രിൻറ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രിൻറ്റുകൾ ചൂസ് ചെയ്തിട്ട്, നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രിൻറ്റുകൾ ചൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് ഓരോ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.